പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് എവിടെയാണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? 5 അസംബ്ലി കോൺസ്റ്റിറ്റ്യുൻസിയിൽ 5 MLA-മാർക്ക് ജന്മം കൊടുത്ത ഒരു ജില്ലയിൽ ഒരു നക്കിപ്പൂച്ച ഇല്ല എന്ന് പറഞ്ഞാൽ എവിടെ പോയി പാർട്ടി? എന്തു പറ്റി നമ്മുടെ പാർട്ടിക്ക്? അതിന് പരിഹാരം ഉണ്ടാക്കിയോ? പരിഹാരം വന്നോ? ഡെവലപ്മെന്റ്സ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഇരിക്കുന്ന ഈ പ്രമുഖ നേതാക്കന്മാരെ ഞാൻ ഏൽപ്പിക്കുന്നു. ഈ 5 സീറ്റ് തിരികെ പിടിച്ച് അടുത്ത തവണ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരാവൂ. ഇല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറ്റേണ്ടവരെ നോക്കി ഞങ്ങളെ കൊണ്ട് മാറ്റും. ഈ നാടിൽ ഈ മണ്ണും കോൺഗ്രസിന്റെ മണ്ണാണ്. മതേതരത്വം ഈ മണ്ണിന്റെ ഒരു ആത്മാവാണ്. അത്തരമൊരു ജില്ലയിൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്ക് 5 സീറ്റ് സംഘടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാസ്ഥയും നമ്മുടെ കഴിവുകളും എന്നല്ലാതെ നമുക്കിത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഐ ഹാവ് ടു ഗെറ്റ് ദ റിസൾട്ട്. 5 അസംബ്ലി സീറ്റ് വിജയിപ്പിച്ചുകൊണ്ടുള്ള റിസൾട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതൊരു കരാറാണ്. അതുപോലെ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ അതിന്റെ തോതനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ആ റിസൾട്ട് കാണുമ്പോൾ ഞങ്ങൾക്കറിയാം അസംബ്ലി തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് എന്താണ്, എത്രമാത്രം വോട്ട് ഇവിടെ കിട്ടുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, ബഹുമാനത്തോടുകൂടി, അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട നേതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആരുടെയും മുഖം നോക്കാതെ പ്രവർത്തിക്കാത്ത പ്രവർത്തകനെ മണ്ഡലം പ്രസിഡന്റ് ആക്കണ്ട, നിങ്ങൾ ബൂത്ത് പ്രസിഡന്റ് ആക്കണ്ട, നിങ്ങൾ ബ്ലോക്ക് ഭാരവാഹിയാക്കണ്ട. എന്തിന് കഴിവും പ്രാപ്തിയും ഇല്ലാത്തവരെ പിടിച്ച് ഭാരവാഹിയാക്കണം. എന്റെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പും പേരും പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ സംസാരിക്കുകയല്ല ചെയ്യുക, നാക്കോണ്ട് സംസാരിക്കുകയല്ല ചെയ്യുക എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനത്തിന്റെയും രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകന്മാർ നമുക്കുണ്ട്. അവരെ നമ്മൾ യഥാവിധി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരു സംശയവും എനിക്കില്ല, ഈ ജില്ല തിരിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. നല്ല രാഷ്ട്രീയ കാലാവസ്ഥ, ഏറ്റവും നല്ല രാഷ്ട്രീയ കാലാവസ്ഥ. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദം മറ്റ് 3ാം ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് BJP CPM നടക്കുന്നുണ്ട്. പക്ഷേ പിണറായി വിജയനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ വിജയിപ്പിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. ഞാൻ മലബാറെന്നാണ് വരുന്നത്. പിണറായി വിജയന്റെ നാടാണ് എന്റെ നാട്. പിണറായി വിജയന്റെ കുടുംബം ഞങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ്. അവിടെയുള്ള ലോക്കൽ CPM-ന്റെ ആളുകൾ പിണറായി വിജയന് വോട്ട് ചെയ്യില്ല. ഞാൻ പാർലമെന്റിൽ മത്സരിക്കുമ്പോ എനിക്ക് പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിൽ എനിക്കാണ് ഒരു ഭൂരിപക്ഷം. പിണറായി വിജയന്റെ പഞ്ചായത്തിൽ, സ്വന്തം വീടിരിക്കുന്ന പഞ്ചായത്തിൽ എനിക്കാണ് ഭൂരിപക്ഷം. എന്റെ എവിടെ പോയി CPM-ന്റെ കൊട്ടക്കൊത്തളം എന്ന് പറയുന്ന കണ്ണൂരിൽ പിണറായി വിജയന് വോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിണറായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളുടെ വികാരധാര എന്നിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് നമുക്കൊരു പാഠമാകണം എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളോടൊപ്പം ഉണ്ട് CPM. പിണറായി വിജയന്റെ ഈ ഭരണത്തോടൊന്നും അവർക്ക് പ്രവർത്തകന്മാർക്ക് യോജിപ്പൊന്നുമില്ല. കടുത്ത വിമർശനം പാർട്ടികൾക്കുണ്ട്. ആ കടുത്ത വിമർശനത്തെയല്ലേ ഏകാധിപത്യ പ്രവണത കൊണ്ട് അടിച്ചമർത്തി പിണറായി വിജയന് പോകാൻ എന്താ ചെയ്തത്? പിണറായി വിജയനൂടെ ഇത്രയും ടേം അദ്ദേഹം ഭരിച്ചു. എന്ത് വികസനമാണ് ഈ നാളിൽ അവർ ഉണ്ടാക്കിയത്? ഏത് വികസനമാണ് CPM-ന് എടുത്തു പറയാൻ സാധിക്കുന്ന, ജനങ്ങളുടെ മുമ്പിൽ നിരത്തി പറയാൻ സാധിക്കുന്ന ഏത് നേട്ടമാണ് അവർ ഉണ്ടാക്കിയത്? എന്ത് നേട്ടം പറഞ്ഞാണ് അവർ വോട്ട് ചോദിക്കാൻ പോകുന്നത്? ഇത്രയും തുറന്ന അധികാരങ്ങളും അവകാശങ്ങളും കയ്യിൽ കിട്ടിയിട്ടും ഈ നാടിന്റെ മുഖത്ത് ഒരു ചെറിയ മാറ്റം വരുത്താൻ സാധിക്കാത്ത പിണറായി വിജയന്റെ വ്യക്തിത്വം ഈ രാജ്യത്തെ CPM-ന്റെ ആളുകൾ അംഗീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആ പ്രതീക്ഷ വേണ്ട. അതുകൊണ്ട് തന്നെ ആ
അവരെ എല്ലാം സ്വാധീനിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയം കോൺഗ്രസ് സ്വീകരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ആളുകളും ഇടതുപക്ഷ പ്രവർത്തകരോട് ആ രീതിയിലേക്ക് നിങ്ങൾ കടന്ന് സംസാരിച്ച് കൂടുതൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. ഇക്കുറി CPM ഇടതുപക്ഷ വോട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഒരുപാട് വോട്ടുകൾ കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ മലബാറിലാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊട്ടക്കൊത്തളത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടുത്തെ വികാരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് വിചാരമാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ പിറകിൽ നമുക്ക് അണിനിരക്കാൻ സാധിച്ചാൽ ആളുകളൊക്കെ നമ്മളോടൊപ്പം നിൽക്കും. പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ എന്താ ചെയ്യുന്നത്? പിണറായി വിജയൻ പണമുണ്ടാക്കുന്നു. മണി മേക്കിംഗ് അഡ്മിനിസ്ട്രേറ്ററാണ് പിണറായി വിജയൻ. കോടികൾ ഉണ്ടാക്കുന്നു. സ്വർണം കടത്തി, ഡോളർ കടത്തി, പൂഴി കടത്തി, പൂഴിക്കാരനോട് സർവീസ് ചെയ്തു എന്ന് പറഞ്ഞ് അവിടുന്ന് പണം വാങ്ങി എല്ലാ പണവും മകളെ അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ച ഒരച്ഛൻ. ആർക്ക് വേണ്ടിയാണ് ഈ പണം ഉണ്ടാക്കുന്നത്? കുടുംബത്തിന്, മക്കൾക്ക് വേണ്ടിയാണ്. ഇത്രയും മക്കളോട് സ്നേഹമുള്ള ഒരച്ഛനെ നിങ്ങൾ ഈ ലോകത്ത് എവിടെയെങ്കിലും കാണുമോ? ഇത്രയും ആരാന്റെ പണം കട്ടെടുത്തും മുക്കിയെടുത്തും കൊണ്ടുപോയി അവളെ അക്കൗണ്ടിലേക്ക് വെച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏത് ഭരണാധിപത്യമാണ്? ഏത് ഭരണവികാരമാണ്? ആ വികാരത്തോടൊപ്പം കേരളത്തിൽ ആരാ നിൽക്കുക? നിങ്ങൾ പരിശോധിക്കേണ്ട. CPM ബന്ധുക്കൾ നിൽക്കുവോ? CPM അനുയായികൾ നിൽക്കുവോ? നിൽക്കില്ല. അതുകൊണ്ട് ഈ സുവർണാവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. പഞ്ചായത്ത് ഇലക്ഷനകത്ത് നഷ്ടപ്പെട്ടു പോയ എല്ലാ പഞ്ചായത്തുകളും തിരികെ പിടിക്കാനുള്ള അധ്വാനം നിങ്ങൾ തുടങ്ങണം. ഇപ്പോഴേ തുടങ്ങണം. ആ തുടക്കത്തിന് റിസൾട്ട് ഉണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ അകത്ത് നമുക്ക് നല്ല വ്യക്തിത്വമുള്ള ആളുകളെ കൊണ്ടുപോയി കാണിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങളൊക്കെ പറയാ. നിങ്ങൾ ഈ ഗ്രൂപ്പും ഗ്രീപ്പും എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോരാളെയും കെട്ടിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഓനെ ആക്കണം ഇവരെ ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഉള്ള കാര്യം പറഞ്ഞാൽ കഴിവും പ്രാപ്തിയും ജനവിശ്വാസവും ഉള്ളവരായിരിക്കണം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. ജനങ്ങൾക്ക് അവരോട് മതിപ്പും ബഹുമാനവും വേണം. പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആദരവുണ്ടാവണം. അങ്ങനെയല്ലാത്ത ഓരോരുത്തരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവിടെ പഞ്ചായത്തിലും അസംബ്ലിയിലും ഒക്കെ മത്സരിപ്പിക്കാൻ നിങ്ങൾ കരുതിയാൽ ഇത്തവണ നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയില്ല, മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് ഞാൻ ആണയിട്ട് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അനുകൂലമായ സാഹചര്യം വിനിയോഗിക്കാൻ നിങ്ങൾ ഓരോരാളുകളും മനസ്സ് വെച്ച് പ്രവർത്തിക്കണം. കുടുംബയോഗം എല്ലാ ജില്ലയിലും കുടുംബയോഗത്തിൽ ഞാൻ നേരിട്ട് പോയി പങ്കെടുക്കുന്നുണ്ട്. ഇവിടെയും ഞാൻ മാഷോട് പറഞ്ഞിരുന്നു, ഇവിടത്തെ കുടുംബ സംഗമത്തിലും ഞാൻ പങ്കെടുക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലിടക്ക് നടന്നു തോന്നുന്നില്ലേ? കുടുംബസംഗമം നടന്നില്ലേ? നടന്നു. അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി ഒട്ടുമിക്ക ജില്ലകളിലും ഞാൻ കുടുംബസംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും ചോദിച്ചാൽ ഈ കുടുംബസംഗമത്തിന്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നത് നമ്മളെ പരസ്പര ഐക്യമാണ്. നമ്മുടെ പരസ്പര ബഹുമാനവും അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പാർട്ടി പ്രവർത്തകന്റെ ഐക്യവുമാണ്. ഐക്യമുള്ള ഒരു ജനത നമുക്ക് വേണം. നമ്മളോടൊപ്പം നിൽക്കണം. അവരെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അവരോട് അതുപോലെ നമ്മൾ പെരുമാറണം. അവരെ അതുപോലെ നമ്മൾ ബഹുമാനിക്കണം. അവരെ ഉപയോഗിക്കണം. അങ്ങനെയെല്ലാം പരസ്പരം പറഞ്ഞ് അവരെയൊക്കെ സ്വന്തം ഒരു കുടുംബാംഗങ്ങളെ പോലെ എല്ലാ കോൺഗ്രസിന്റെയും പ്രാഥമിക പ്രവർത്തകന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനും സാധിക്കുന്ന ഒരു നല്ല പെരുമാറ്റ ശൈലി നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളെ വിട്ടുപോവില്ല ആരും. നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പരിസരത്ത് റോഡിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വീടുകളൊക്കെ ഉണ്ടാവും. ആ വീടുകളിലൊക്കെ സുഖമില്ലാത്തവരൊക്കെ കിടക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വീട്ടിൽ കയറി ചോദിക്കാറുണ്ടോ? ആരെങ്കിലും ചോദിക്കാറുണ്ടോ? നിങ്ങൾ വളരെ അപൂർവമാണ്. ചോദിക്കുന്നുണ്ടാവാൻ ചില ആളുകൾ, പക്ഷെ അപൂർവമാണ്. നമ്മൾ ചോദിക്കണം. സുഖമില്ലാത്ത ഒരാൾ അയൽവക്കത്തുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ അസുഖം അന്വേഷിക്കണം. പഠിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളുണ്ട് നമ്മുടെ പരിസരത്ത്, അയൽവക്കത്ത്. അവരെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്തെങ്കിലും ആ കുഞ്ഞിന് പഠിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ആ മനുഷ്യന്റെ ആ കുടുംബത്തിന്റെ മനസ്സിൽ നിങ്ങൾ ജീവിക്കും. അതാണ് സ്നേഹം.
അതാണ് വിശ്വാസം, അതാണ് പാർട്ടി. പാർട്ടി പ്രവർത്തകന്റെ എല്ലാ പ്രശ്നങ്ങളും നോക്കി, അവരെ പ്രയാസങ്ങളും ദുരിതങ്ങളും നോക്കി, ആ കഷ്ടപ്പാടുകളും നോക്കി അതൊക്കെ പരിഹരിച്ചു കൊടുത്ത് കുടുംബത്തിലൊരു അംഗം പോലെ അവരോടൊപ്പം ഒട്ടി നിന്നാൽ നിങ്ങളെ ആരെങ്കിലും തൊഴിക്കോ? നിങ്ങളെ ആരെങ്കിലും തള്ളി പറയോ? തള്ളി പറയില്ല. നിങ്ങൾ അവരെ മനസ്സിന്റെ അകത്ത്, അവരെ ഹൃദയത്തിൽ ജീവിക്കുന്നവരായി നിങ്ങൾ പ്രാദേശിക നേതാക്കന്മാർ മാറുമെന്നാണ് എന്റെ അനുഭവം. എന്റെ വീട്ടിൽ രാവിലെ 6 മണി എന്ന് പറയുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരിൽ പലരും വരാറുണ്ട് വീട്ടിൽ. 6 മണി എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ ആളുകൾ വരാൻ തുടങ്ങും. മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന ആളുകൾ മുതൽ ഒരു 10, 40, 30 ആളൊക്കെ രാവിലെ തന്നെ വീട്ടിലുണ്ടാകും. ഉറങ്ങാൻ സമ്മതിക്കലില്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കലില്ല. വന്ന് അവരെ എല്ലാ പരാതികളും കേട്ട് ആ പരാതിക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിയിട്ടാ ഞാൻ അവിടെ നിന്ന് വീട്ടിന്റെ പുറത്തേക്ക് പോകുന്നത്. അതൊരു മാതൃകയാക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനയത്തോടെ അപേക്ഷിക്കുന്നു. നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് സ്നേഹം കിട്ടും. നമ്മൾ കൂറ് കാണിച്ചാൽ ആ കൂറ് നമുക്ക് തിരിച്ചു കിട്ടും. അത് നിങ്ങൾ ഒരിക്കൽ ഓർമ്മിക്കുക മനസ്സിൽ. അതുകൊണ്ട് എല്ലാ പ്രവർത്തകന്മാരോടും വളരെ സൗഹൃദപൂർവ്വം പെരുമാറി ഒരു കുടുംബ സംഗമത്തിലൊക്കെ ഒരു കുടുംബയോഗം തന്നെ, ഒരു ബന്ധുക്കളുടെ യോഗമായിട്ട് തന്നെ കുടുംബയോഗം നിങ്ങൾ കാണണം. അങ്ങനെ നിങ്ങൾ ആളുകളുടെ പെരുമാറണം. അങ്ങനെ നിങ്ങൾ അതിനകത്ത് പെരുമാറിയാൽ ആ മുഴുവൻ ആളുകളും പാർട്ടിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഒട്ടിയുണ്ടെന്ന് അവർ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കും, കഷ്ടപ്പെടും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. അതുകൊണ്ട് നല്ല കാലാവസ്ഥ, നമ്മൾ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിൽ BJPക്കെതിരായാലും CPMനെതിരായാലും പറയാൻ ഒരുപാട്. പിണറായി വിജയനെ കുറിച്ച് എത്രമാത്രം പറയാൻ നമ്മളെ മനസ്സിലുണ്ട്. ഡോളർ കടത്തി, ആ ഡോളറിന്റെ പൈസ എവിടെ പോയി? വീണേന്റെ അക്കൗണ്ടിൽ പോയി. ഡോളർ കടത്തി, അതിന്റെ പൈസ എവിടെ പോയി? അത് അദ്ദേഹത്തിന്റെ വീണേന്റെ അക്കൗണ്ട് പോയി. നമ്മളെ പൂഴി സ്വാമീൻ, എന്റെ പേരെന്തേനു, കർത്ത മാസാമാസം കർത്ത ശമ്പളം കൊടുക്കും പോലെയാണ് അവർക്ക് വീണക്ക് കൊടുത്തത്. ആദ്യം അത് നിഷേധിച്ചു, പിന്നെ അത് സമ്മതിച്ചു. ഇന്ന് പരസ്യമായി അത് സമ്മതിച്ചു. അത് വാങ്ങിയത് ശരിയാണ് എന്ന് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയായി പൈസ എത്രയും അവിടത്തേക്ക് പോകുന്നത്? പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലേ? പിണറായി വിജയൻ പറയാണ്ട് പൈസ പോകുമോ? പിണറായി വിജയൻ മക്കൾക്ക് വേണ്ടി കാശുണ്ടാക്കുക, മക്കൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യം ഉണ്ടാക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്ര മക്കളെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനെ ഈ ലോകത്തേടെങ്കിലും കാണുമോ? സ്വന്തം മക്കൾക്ക് പണമുണ്ടാക്കാൻ അഴിമതി നടത്തി നാട്ടിലെ ജനങ്ങളുടെ പണം വാങ്ങി അത് കൈക്കൂലിയാക്കി സ്വീകരിച്ച് എന്നിട്ട് സ്വന്തം മകളുടെ അക്കൗണ്ടിൽ ഈ പൈസ കൂട്ടിക്കയറ്റി അവരുടെ കുടുംബത്തെ ഭദ്രമാക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യോ? നിങ്ങൾ അതൊക്കെ കുടുംബത്തിൽ കയറി ഇരുന്ന് പറയണം. നിങ്ങളിപ്പോ ഞാൻ ഈ ഈ പരിസരത്തുള്ള ആളുകളെ വെച്ച് സൗഹൃദ ബന്ധം പുലർത്തണമെന്ന് പറയുമ്പോൾ ഈ സൗഹൃദ ബന്ധം നമ്മൾ ഉപയോഗപ്പെടുത്തി അടുക്കളയിൽ ഇരുന്ന് കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചോണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഇത് മനസ്സിലാക്കി അവരെ നമ്മളോടൊപ്പം നിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സൗഹാർദ്ദ ബന്ധമുണ്ടല്ലോ. ആ സൗഹാർദ്ദ ബന്ധത്തിന് നിങ്ങൾ മുഖം കൊടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ഏറെ സംസാരിക്കുന്നില്ല. സാമ്പത്തികമായൊക്കെ പാർട്ടിക്ക് യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയും നമുക്കില്ല. ഇത്തിരി പ്രതിസന്ധി KPCCക്ക് ഉണ്ട്. അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിച്ചോളും. നിങ്ങൾ ആരും കാശ് തരണ്ട, നിങ്ങളുടെ പൈസക്ക് ചോദിക്കാനും വരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരും. ധൈര്യമായി മുൻപോട്ട് പോകാനും എല്ലാ തെരഞ്ഞെടുപ്പ് രംഗത്തും നമുക്ക് കരുത്തോടെ വിജയം കൊയ്ത് നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാനും സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഞാൻ വിനയപുരസ്സരം ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ DCC പ്രസിഡന്റിനെ ഞാൻ വളരെയേറെ അനുമോദിക്കുന്നു. ശാന്തം പാപം എന്റെ പ്രസിഡന്റ്, ഒരു പ്രശ്നവും ഇല്ല. ആർക്കും ആരോടും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹം എല്ലാ മാറ്റങ്ങളും ഈ ആഫീസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഈ ആഫീസിൽ അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞു. അതെല്ലാം ഞങ്ങൾക്കൊരു അഭിമാനമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ആഫീസ് കേരളത്തിൽ അപൂർവമാണ്. എല്ലാടിയൊന്നുമില്ല ഇതുപോലുള്ള ഒരു ആഫീസ്. ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ആഫീസൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ കണ്ണൂരൊക്കെയുള്ളത് ആഫീസ് ഇതിനേക്കാൾ വലുതാണ്. പക്ഷെ എന്നാൽ പോലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു അദ്ദേഹം. ഈ ആഫീസിൽ എന്ന് പറയുന്നത് നല്ല ഒരു പ്രസിഡന്റിന്റെ ലക്ഷണമാണ്. ഒരു കച്ചറയില്ലല്ലോ, ആരോടും കുതിരയേരൂല, ആരെയും തെറിവിളിക്കൂല, ആരോടും ദേഷ്യപ്പെടൂല. പാവം.
അതുകൊണ്ട് ആ പ്രസിഡന്റിനെ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തപസ് ചെയ്യേണ്ടവരാ, എന്നെങ്കിലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ കിട്ടൂ. അതുകൊണ്ട് ആ പ്രസിഡന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പാർട്ടി ഉണ്ടാക്കണം എന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വീണ്ടും കാണാനും വീണ്ടും സംസാരിക്കാനുമുള്ള അവസരം ഞാൻ വിനിയോഗിക്കും. വീണ്ടും കാണാം, വീണ്ടും സംസാരിക്കാൻ. നമസ്കാരം. ജയ് ഹിന്ദ്.